പുതിയയിലേക്ക് സ്വാഗതം. പപ്പയും നിഷാനും പുതിയൊരു എപ്പിസോഡാണ്. നിബിയില്ല. അപ്പോൾ ഈ അടുത്ത് ഹിരോഷിമ നാഗസാക്കി ഡേ വരികയാണ് അല്ലേ? ഓഗസ്റ്റ് 6-ാം തീയതി ഹിരോഷിമയുടെയും 9-ാം തീയതി നാഗസാക്കിയുടെയും. അപ്പോൾ അതിനെ കുറിച്ച് വിശദീകരിച്ച് നമുക്കിപ്പോ തൽക്കാലം വിശദീകരിക്കൊന്നും വേണ്ട, ലഘുവായിട്ട് ആ രണ്ട് സംഭവങ്ങളൊന്ന് പറയാം. എന്നിട്ട് ഇതിന്റെ വിശദമായ ക്വിസ് നിബിയും കൂടെ വന്നതിന് ശേഷം നാളെ അല്ലേ? അപ്പം ഹിരോഷിമ നാഗസാക്കി സംശയമൊന്നും വേണ്ട, ലോക ചരിത്രത്തിൽ ഇത്രത്തോളം ഭീകരമായ മനുഷ്യ മനസ്സിനെ അല്ലെങ്കിൽ മാനവരാശിയെ മുഴുവൻ മരവിപ്പിച്ച മറ്റൊരു സംഭവം ഉണ്ടായിട്ടില്ല. 1945 ഓഗസ്റ്റ് 6-നാണ് ഹിരോഷിമയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആറ്റം ബോംബ് വീഴുന്നത്. ഓഗസ്റ്റ് 9-ന് നാഗസാക്കിയിൽ ചരിത്രത്തിലെ രണ്ടാമത്തെയും അവസാനത്തെയും ആറ്റം ബോംബ് വീഴുന്നു. ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ആറ്റം ബോംബ് വീഴുമ്പോൾ ഓർക്കേണ്ടത് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ. ജപ്പാനിനോട് യുദ്ധത്തിന്റെ അവസാന ഘട്ടമാണ്. ഏറെക്കുറെ മറ്റ് രാജ്യങ്ങളെല്ലാം കീഴടങ്ങി, ജർമ്മനി കീഴടങ്ങി, ഇറ്റലി കീഴടങ്ങി, ഇനി ജപ്പാനാണ് അവശേഷിക്കുന്നത്. യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ജപ്പാനും പരാജയമൊക്കെ സംബന്ധിച്ച് നിൽക്കുക. അപ്പൊ ഹാരി എസ് ട്രൂമാൻ ജപ്പാൻ ചക്രവർത്തിയോട് ഔദ്യോഗികമായിട്ട് പറയുന്നുണ്ട്, അടിയന്തരമായിട്ട് നിങ്ങൾ കീഴടങ്ങണം. ജപ്പാൻ എസ് ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാലും ലോകത്തിന് മുഴുവൻ അറിയാൻ ജപ്പാൻ ഇത് അവസാനിക്കാൻ പോവുകയാണ്, യുദ്ധം തീരാൻ പോവുകയാണ്. എന്നിട്ട് അതിനൊരു അവസരം കൊടുത്തില്ല അവര് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണെങ്കിലും ഓഗസ്റ്റ് 6-ന് അവര് ഹിരോഷിമയിൽ ആറ്റം ബോംബ് ഇടുകയായിരുന്നു. കാരണം ഓൾറെഡി അമേരിക്ക ഒരു പരീക്ഷണമൊക്കെ നടത്തി ബോംബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ. 45 ഓഗസ്റ്റ് 6-ന് രാവിലെ 8:05-നാണ് ഹിരോഷിമയുടെ അന്തരീക്ഷത്തിൽ എനോലഗ എന്ന B-29 ബോംബർ വിമാനം വരുന്നത്. ഇതിലേറ്റവും സങ്കടകരമായ ഒരു സംഗതി, എനോലഗ എന്ന വിമാനം ഓടിച്ചിരുന്നത്, അതിന്റെ പൈലറ്റ് ഓടിച്ചിരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ, ആ വിമാനത്തിന്റെ പൈലറ്റ് പോൾ W. ടിബറ്റ്സ് എന്നയാളാണ്. ആ പോൾ W. ടിബറ്റ്സിന്റെ അമ്മയുടെ പേരാണ് എനോലഗ. ആദ്യമായിട്ട് ഹിരോഷിമയിൽ ബോംബിടാൻ പോകുമ്പോൾ വൈമാനികനായ പോൾ W. ടിബറ്റ്സ് ആ വിമാനത്തിനിട്ട പേര്, B-29 വിമാനത്തിനിട്ട പേര് അമ്മയുടെ പേരാണ്, എനോലഗ. ഈ പൈലറ്റ് ഉൾപ്പെടെ 12 പേരുണ്ടായിരുന്നു വിമാനത്തിൽ. അവര് 8:05 രാവിലെ 8:05 കറക്റ്റ് ടൈം ഹിരോഷിമയുടെ മുകളിൽ വന്നു. 12 പേര് വിമാനത്തിലുണ്ട്. താഴെ ലിറ്റിൽ ബോയ് എന്ന ആ ആറ്റം ബോംബ് താഴേക്ക് വിമാനം ഇടുമ്പോൾ അന്ന് ഒരു പതിവ് പോലത്തെ ഒരു ദിവസമായിരുന്നു ജപ്പാനില്, ഹിരോഷിമയില്. യുദ്ധമാണ്, ഇടയ്ക്കിടയ്ക്ക് സൈറൻ മുടങ്ങുമ്പോൾ ആളുകളെല്ലാം ബങ്കറുകളിലേക്കൊക്കെ മാറും. അല്ലെങ്കിൽ പതിവ് സമയം രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയം, ആളുകൾ ജോലിക്ക് പോകുന്ന സമയം. നേരത്തെ ഈ വിമാനമൊക്കെ ഒന്ന് വന്നിട്ട് നേരത്തെ സൈറൻ മുടങ്ങിയിരുന്നു, പക്ഷെ തിരികെ ആ വിമാനങ്ങൾ പോയി. സൈറണൊക്കെ വീണ്ടും ഇല്ലാതെ ആളുകൾ ശാന്തമായി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇത് പ്രത്യക്ഷപ്പെട്ടിട്ട് ബോംബിടുന്നത്. ഹിരോഷിമയിൽ ടി ബ്രിഡ്ജ് എന്നൊരു ബ്രിഡ്ജ് ഉണ്ട്. ടി ഷേപ്പിലാണുള്ള ബ്രിഡ്ജ്. അത് ലക്ഷ്യമാക്കിയിട്ടാണ് അവർ ബോംബ് ഇടുന്നത്. പക്ഷെ അല്പം മാറിയാണ് ബോംബ് വീഴുന്നത്. ചിക്കടി ഒരു കാര്യം ഓർത്തോണം, ഈ ബോംബ് അവിടെ നിന്ന് താഴെ വീണ് പൊട്ടുമൊന്നുമല്ല, ആറ്റം ബോംബല്ലേ. അത് താഴേക്ക് വരുന്ന ഒരു 1000-1200 അടി മുകളിൽ വെച്ച് തന്നെ ആ ബോംബ് പൊട്ടി. പൊതുവെ ഒരു സാധാ ബോംബ് പൊട്ടുന്ന പോലല്ല. 1000 സൂര്യന്മാർ ഒന്നിച്ച് ഭൂമിയിലേക്ക് വന്ന് ഉദിച്ചാൽ എങ്ങനെ ആയിരിക്കും, അത്രയ്ക്ക് ഭീകരമായിരുന്നു. തിളച്ചു മറിയുന്ന വെള്ളം, ആളുകൾ നിന്ന നിപ്പിൽ 80,000-90,000-ഓളം ആളുകളാണ് നിന്ന നിപ്പിൽ ആ നിമിഷം കരിഞ്ഞു മരണപ്പെട്ടത്. കെട്ടിടങ്ങളൊക്കെ അസ്ഥികൂടങ്ങൾ പോലെ. ശരിക്കും ഹിരോഷിമ എന്ന് പറയുന്ന ആ നഗരം ഒന്ന് നിശബ്ദമായി. അതിന്റെ ദുരിതം അവിടെ കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല, നിഷാനൊക്കെ അറിയാം. ആ വർഷം തന്നെ മരണം 1.5 ലക്ഷത്തോളം മേളായി. പിന്നീട് വർഷങ്ങളോളം അതിന്റെ റേഡിയേഷനുമായിട്ട് ആളുകൾക്ക് ഒരുപാട് ദുരിതം ഉണ്ടായി. ഇന്ന് ഈ നിമിഷം വരെ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് എനോലഗ എന്ന വിമാനത്തിൽ നിന്ന് ലിറ്റിൽ ബോയ് എന്ന ആദ്യത്തെ ആറ്റം ബോംബ് ഹിരോഷിമയിൽ വീഴുന്നത്. ജപ്പാൻ നടുങ്ങി. പക്ഷെ ആ നടുക്കം വിട്ടുമാറുന്നതിന് മുമ്പ് 3 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 9-ന് നാഗസാക്കിയിലും ആറ്റം ബോംബ് ഇട്ടു. ശരിക്കും ഈ രണ്ടാമത്തെ പ്രാവശ്യം നാഗസാക്കി അല്ലായിരുന്നു ലക്ഷ്യം കേട്ടോ. ജപ്പാനിലെ മറ്റൊരു മനോഹരമായ ഒരു സ്ഥലമുണ്ട്, കൊക്കൂറ. അതൊരു വ്യവസായ കേന്ദ്രം കൂടെ ഒക്കെയാണ്. ആ കൊക്കൂറ ലക്ഷ്യമാക്കിയിട്ടാണ് ഈ ഓഗസ്റ്റ് 9-ന് ബോംബർ വിമാനങ്ങൾ പറന്നു തുടങ്ങുന്നത്. പക്ഷെ അന്ന് അവിടെ അന്തരീക്ഷം വളരെ മോശമായിരുന്നു. മുഴുവൻ മേഘങ്ങളൊക്കെ കൊണ്ട് മൂടിയത് കൊണ്ട് ലക്ഷ്യം കൃത്യമായിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് കൊക്കൂറയിൽ നിന്ന് മാറി തിരികെ എത്തിയതാണ് നാഗസാക്കിയിലേക്ക്. ഓഗസ്റ്റ് 9-ന് 11 മണി കഴിഞ്ഞപ്പോൾ നാഗസാക്കിയിലേക്ക് ബോംബിടുന്നു. അന്ന് വന്ന വിമാനത്തിന്റെ പേര് ബോക്സ് കാർ എന്ന വിമാനത്തിലെ പൈലറ്റ് ആരാധനയോ ചാൾസ് സ്വീനി എന്ന പൈലറ്റ് ബോക്സ് കാർ വിമാനത്തിലെത്തുന്നു. അദ്ദേഹമാണ് ആ ബോംബ് വർഷിക്കുന്നത്. എന്താണോ ഹിരോഷിമയിൽ കണ്ടത് അതുപോലെ തന്നെ 70,000-ഓളം ആളുകൾ ഉടനടി മരണപ്പെടുന്നു. പിന്നീട് വർഷങ്ങളോളം
അതിന്റെ ദുരന്തങ്ങൾ തുടരുന്നു. ജപ്പാനെ അങ്ങ് ഹിരോഷിമ നാഗസാക്കി എന്നീ 2 നഗരങ്ങളെ അപ്പാടെ തുടച്ചു നീക്കുന്ന രീതിയിലാണ് ഈ ബോംബ് വർഷം കഴിയുന്നത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും പ്രധാനമായിട്ടും സംഭവിക്കുന്നതാണ്. മനുഷ്യൻ ഒരു കാര്യം ഓർക്കണം, അത് അന്ന് അവിടെ ആ അപകടത്തിൽ മരിച്ചവർക്ക് മാത്രമല്ല ദുരന്തം. ഇതിന് സഡാക്കോടെ കഥ അറിയാലോ അല്ലെ? സഡാക്കോ സുസുക്കി എന്താ അറിയാന്ന് നിഷാന്? എനിക്കറിയാവുന്നത് അതായത് ഈ ബോംബ് വർഷിക്കുമ്പോ സഡാക്കോയ്ക്ക് വളരെ ചെറിയ പ്രായം, 2 വയസ്സേ ഉണ്ടായിരുന്നു. 2 വയസ്സുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം സ്കൂളിലേക്ക് പോയി. ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. ഓട്ടക്കാരിയായിരുന്നു. സ്കൂളിൽ 6-ാം വയസ്സ് 7-ാം വയസ്സൊക്കെ എത്തിയപ്പോൾ സഡാക്കോ സ്കൂളിലെ മെയിൻ അത്ലറ്റ് ആയിട്ട് മാറി, ഓട്ടക്കാരിയായിട്ട് മാറി. അപ്പൊ 12 വയസ്സായപ്പോഴേക്കും സഡാക്കോയ്ക്ക് എന്തൊരു ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അതായത് സഡാക്കോ അന്ന് 2 വയസ്സുള്ളപ്പോഴാണ് ഹിരോഷിമയിൽ ബോംബ് വീഴുന്നത്. അന്ന് ആ ബോംബിന്റെ അണുവികിരണങ്ങൾ ആ കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്നു. 11-ാമത്തെ വയസ്സിന്റെ അവസാനമാണ് തിരിച്ചറിയുന്നത്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ബോംബിന്റെ വികിരണമാണെന്ന് കണ്ടു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആരോഗ്യാവസ്ഥ വളരെ മോശമായി. പക്ഷെ അന്നേരം ജപ്പാനിൽ ഒരു വിശ്വാസമുണ്ട്. കടലാസ് കൊക്കുകൾ ഉണ്ടാക്കിയ കടലാസ് കൊണ്ട് അല്ലെ, ഒറിഗാമി എന്ന് പറഞ്ഞാൽ കടലാസ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നതിന് ഒറിഗാമി എന്ന് പറയുന്നത്. കടലാസ് കൊണ്ട് ഉണ്ടാക്കാം. ഈ ഒറിഗാമിക്ക് പ്രത്യേകത കടലാസുകൾ മടക്കി ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒറിഗാമി, പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ജപ്പാനീസ് ആണ് ഒറിഗാമി. ആ ഒറിഗാമി പ്രകാരം അങ്ങനെയുള്ള ഒരു കടലാസ് കൊക്കുകൾ, പേപ്പർ ക്രെയിൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 1000 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുമെന്നാണ് അവരുടെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് ഈ ആശുപത്രി കിടക്കയിൽ ഇരുന്ന് വയ്യാതാകുന്ന ദിവസങ്ങളൊക്കെ ഇരുന്ന് ഈ പെൺകുട്ടി സഡാക്കോ സുസുക്കി പേപ്പർ കടലാസുകൾ ഉണ്ടാക്കുക, പേപ്പർ കൊക്കുകൾ ഉണ്ടാക്കുമായിരുന്നു. അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന പേപ്പറുകൾ, പിന്നെ കൂട്ടുകാർ വരുമ്പം അവരെല്ലാം കൊണ്ടുവന്ന് ഈ പേപ്പറുകളൊക്കെ കൊടുക്കും. അങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ഈ ആള് തന്നെ ഉണ്ടാക്കണം. അപ്പം 664 എണ്ണം വരെ അദ്ദേഹം ഉണ്ടാക്കി. അങ്ങനെ വരുമ്പോഴാണ് അവർ മരണപ്പെടുന്നത്. പിന്നീട് കൂട്ടുകാരെല്ലാം ചേർന്ന് 1000 എണ്ണം തികച്ചു. അവസാനം ആ സഡാക്കോ എന്ന 12കാരിയെ അടക്കം ചെയ്യുമ്പോൾ ആ കല്ലറയിൽ ഈ പറഞ്ഞ 1000 കൊക്കുകളെ കൂടെ ചേർത്താണ് അവരത് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അന്ന് ഈ സഡാക്കോയുടെ കഥ നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന കഥയാണ്. പക്ഷെ അത് പിന്നീട് അത് നമ്മളെ ഇങ്ങനെ ജ്വലിപ്പിക്കുന്ന, ആവേശം കൊള്ളിക്കുന്ന ഒരു കഥയായിട്ട് മാറി. കാരണം സഡാക്കോയുടെ ഈ മരണശേഷം സഡാക്കോയ്ക്ക് വേണ്ടിയിട്ട് അവിടുത്തെ കുട്ടികൾ മുഴുവൻ സംഘടിച്ചു. ഇനിയൊരു യുദ്ധം വേണ്ട എന്നുള്ളൊരു മുദ്രാവാക്യം അവർ ഉയർത്തി. ആ പേപ്പർ ക്രെയിൻ എന്ന് പറഞ്ഞ പേപ്പർ ക്രെയിൻ ക്ലബ് എന്നും പറഞ്ഞ് ലോകം മുഴുവൻ ക്ലബ്ബുകൾ ഉണ്ടാക്കി. അതിന്റെ ഏറ്റവും വലിയ സന്ദേശം തന്നെ യുദ്ധവിരുദ്ധമായിരുന്നു. ഇനിയൊരു യുദ്ധം ഉണ്ടാകാൻ പാടില്ല. ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഹിരോഷിമയിലെ പീസ് മെമ്മോറിയൽ പാർക്കിൽ നിറയെ പേപ്പർ കൊക്കുകളും പിടിച്ചു നിൽക്കുന്ന സഡാക്കോയുടെ പ്രതിമയുണ്ട്. കോടിക്കണക്കിന് പേപ്പർ കൊക്കുകളാണ് ഓരോ ഹിരോഷിമ നാഗസാക്കി ദിനത്തിലും ജപ്പാനിലേക്ക് എത്തുന്നത്. ലോകത്ത് ഇപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് നമ്മളെ തെളിയിക്കുന്ന ഒരു കാര്യമാണ് അതൊക്കെ. പക്ഷേ ദൗർഭാഗ്യവശായ മറ്റു സംഗതികളുണ്ട്. ഇത്തവണ നമ്മൾ ഓഗസ്റ്റ് 6ഉം 9ഉം ഹിരോഷിമ നാഗസാക്കി ദിനമൊക്കെ ആചരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള മറ്റു രാജ്യങ്ങളിലേക്കൊന്നും നോക്കാൻ പോലും പറ്റില്ല അല്ലെ? ഫലസ്തീനിലെ ഗാസയില് പട്ടിണി എന്ന് പറഞ്ഞാൽ ബോംബ് വർഷമായിട്ട് പട്ടിണി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. മിഠായി കടലാസ് പൊതിയുന്നത് പോലെയാണ് വെള്ളത്തുണിയിൽ കുഞ്ഞു കുട്ടികളെയൊക്കെ പൊതിഞ്ഞുകൊണ്ട് പോകുന്നത്. ഭീകരാവസ്ഥയാണ്. പക്ഷെ കുട്ടികളെല്ലാം ഈ ഹിരോഷിമ നാഗസാക്കി ദിനമൊക്കെ ചുമ്മാ പഠിച്ചാൽ പോരാ, അതിനേക്കാൾ ഉപരിയായിട്ട് ഇനിയൊരു യുദ്ധം വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ രണ്ടും കൽപ്പിച്ചിറങ്ങണം. പക്ഷെ അതിനിടയ്ക്ക് ഒരു കാര്യം പപ്പ ചോദിച്ചോട്ടെ, ഇതിനിടയ്ക്ക് നമ്മൾ ക്രിസ്തു നാളെയാണ് ഇടുന്നത്. ഈ ബോംബിട്ട കാര്യമൊക്കെ പറഞ്ഞല്ലോ, അമേരിക്കയാണ് ബോംബിട്ടതെന്നും പറഞ്ഞു. അമേരിക്ക ബോംബ് ഇടാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? അതായത് യുദ്ധമാണ്. ഈ അമേരിക്ക മീൻസ് ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ എണീപ്പിച്ച പോലെയാണ് ജപ്പാൻകാര് അമേരിക്കയ്ക്കിട്ട് പണിയുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് 1941 ഡിസംബർ 7-നാണ്. ഈ കഥ ശരിക്കും അറിയില്ലെങ്കിലും ഈ പോർഷൻ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. ഒരു ദിവസം അമേരിക്ക ഈ യുദ്ധത്തിലെ ഭാഗമേ അല്ല. അമേരിക്ക യുദ്ധത്തിന്റെ ഭാഗമൊക്കെ ചെറുതായിട്ടൊക്കെയാണ്, വളരെ ചെറുതായിട്ട്. ബ്രിട്ടൻ, ജർമ്മനി, ജപ്പാൻ, ഇറ്റലിയൊക്കെയാണ് ഇപ്പോൾ യുദ്ധത്തിന് റഷ്യക്ക് മെയിൻ ആയിട്ട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക ജസ്റ്റ് സൈഡ്. അപ്പോഴാണ് ഈ ജപ്പാൻ കുറെ വിമാനങ്ങൾ അമേരിക്കയിലെ ഏത് പേൾ ഹാർബറിൽ കയറി അറ്റാക്കുന്നു. അവരുടെ കോടിക്കണക്കിന് ഒരുപാട് യന്ത്രങ്ങൾ നശിക്കുന്നു, ബോട്ട് കപ്പലുകൾ, യുദ്ധവിമാനങ്ങളൊക്കെ നശിക്കുന്നു. കുറെ സാധനങ്ങൾ അമേരിക്കക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അതിന് തിരിച്ചടിയായിട്ടാണ്, അതിന് വലിയ തിരിച്ചടിയായിട്ട്, അതായത് പേൾ ഹാർബർ ആക്രമണം നടക്കുന്നു. ആ ആക്രമണം നടക്കുമ്പോഴത്തേക്ക് ആ സമയത്ത്
തിരിച്ചടിക്കുക എന്നൊരു ലക്ഷ്യത്തിൽ തന്നെയാണ് അമേരിക്ക യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ജപ്പാനെതിരെ യുദ്ധമൊക്കെ തുടങ്ങി. ആ സമയം അങ്ങ് ദൂരെ ജർമ്മനിയുടെ ഭാഗത്ത് നടക്കുന്ന ചില പരീക്ഷണങ്ങളിലാണ് ആദ്യമായിട്ട് ന്യൂക്ലിയർ ഫിഷൻ എന്നൊരു സംവിധാനത്തിലേക്ക് എത്തുന്നത്. ഓട്ടോ ഹാൻ, എൻറിക്കോ ഫെർമി എന്നൊക്കെയുള്ള ചില ശാസ്ത്രജ്ഞന്മാരുണ്ട്. ന്യൂക്ലിയർ ഫിഷൻ ഒരു സംവിധാനം അവർ കണ്ടെത്തി. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരാറ്റം, ആ ഒരു ആറ്റത്തെ മറ്റൊരു ഇലക്ട്രോൺ കൊണ്ട് ഇടിപ്പിച്ച് രണ്ടാക്കും. അങ്ങനെ ആറ്റങ്ങൾ രണ്ടായിട്ട് മുറിയും. ആ മുറിയുന്നതിന്റെ കൂടെ വേറെ ഇലക്ട്രോണുകൾ വരും. വലിയായിട്ട് മനസ്സിലാകുന്നില്ലല്ലോ. എന്തായാലും ഇത്ര ഓർത്താൽ മതി. ഇലക്ട്രോൺ ഉപയോഗിച്ച് ആറ്റങ്ങളെ മുറിക്കാം. ആ മുറിക്കുന്നതിനൊപ്പം കൂടുതൽ ഇലക്ട്രോൺ ഉണ്ടാകും. അതായത് ഒരു ഇലക്ട്രോൺ അടിച്ച് രണ്ടായിട്ട് മുറിക്കുമല്ലോ. കൂടെ 2 ഇലക്ട്രോൺ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? ആ 2 ഇലക്ട്രോൺ അടുത്ത വേറെ ആറ്റങ്ങളെ പൊട്ടിക്കും. അതിൽ നിന്ന് 4 ഇലക്ട്രോൺ ഉണ്ടാവും. അങ്ങനെ പിന്നെ ഒന്ന് തുടങ്ങി വെച്ചാൽ വളരെ വേഗത്തിൽ കത്തിപ്പടരുന്ന രീതിയിൽ ആറ്റങ്ങളെ മുറിച്ച് പോകാൻ പറ്റും. അതിന്റെ കൂടെ വലിയ എനർജി ഉണ്ടാകും. അതാണ് ന്യൂക്ലിയർ ഫിഷൻ. ആ ന്യൂക്ലിയർ ഫിഷൻ ഒന്നിച്ച് വരുമ്പോൾ ചെയിൻ റിയാക്ഷൻ എന്നൊക്കെ വിളിക്കും. എന്തിനാകട്ടെ, അന്നത്തെ കാലത്ത് പറഞ്ഞത് 2 പ്രധാനപ്പെട്ട മൂലകങ്ങളെ ഈ ന്യൂക്ലിയർ ഫിഷൻ ചെയ്താൽ വലിയ അളവിൽ എനർജി ഉണ്ടാകും. ഒന്ന് യുറേനിയം 235 എന്ന് പറയുന്ന ഒരു മൂലകം. രണ്ടാമത്തത് പ്ലൂട്ടോണിയം 239, 2 ഐസോട്ടോപ്പുകൾ. യുറേനിയം 235, പ്ലൂട്ടോണിയം 239. ഇത് ജർമ്മനിയുടെ കയ്യിലെത്തി അവരെങ്ങാനും ആറ്റം ബോംബ് ഉണ്ടാക്കും എന്നുള്ള പേടി അമേരിക്കയ്ക്കുണ്ട്. ആ സമയമാണ് പേൾ ഹാർബർ ആക്രമിക്കപ്പെടുന്നത്. ഉടനെ തന്നെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് തീരുമാനിക്കുകയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ആറ്റം ബോംബ് ഉണ്ടാക്കണം. അങ്ങനെയാണ് അവരൊരു പുതിയ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്, മാൻഹാട്ടൻ പ്രോജക്റ്റ്. മനസ്സിലാവുന്നു? ആ മാൻഹാട്ടൻ പ്രോജക്റ്റ് വെച്ചാണ് അമേരിക്ക ലോസ് അലമേസിൽ മാൻഹാട്ടൻ പ്രോജക്റ്റിലൂടെ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ശ്രമിക്കും. അതിന് നേതൃത്വം കൊടുത്തയാളെ നിഷാൻ അറിയാം. മാൻഹാട്ടൻ പ്രോജക്റ്റിൽ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തയാൾ റോബർട്ട് ഓപ്പൺഹൈമർ. കൂടുതലായിട്ട് ഇപ്പൊ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ. കാരണം ക്രിസ്റ്റഫർ നോളന്റെ സിനിമ ഓപ്പൺഹൈമറിൽ അല്ലെ, കിലിയൻ മർഫി ഓപ്പൺഹൈമറായിട്ട് ഓസ്കാർ കിട്ടി. ഓടിച്ചിട്ടോ അല്ലാതെയൊക്കെ കാണും. പക്ഷെ നമുക്ക് പലരും ഒരുപാട് പേര് കണ്ടത് നല്ല സിനിമയാണ്. ഇപ്പൊ എന്തായാലും അവര് മാൻഹാട്ടൻ പ്രോജക്ട് വെച്ചു. യെസ്. അപ്പം മാൻഹാട്ടൻ പ്രോജക്റ്റിലൂടെ ആറ്റം ബോംബ് ഉണ്ടാക്കി. ആറ്റം ബോംബ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ നേരത്തെ 2 കാര്യം പറഞ്ഞില്ലേ, യുറേനിയവും പ്ലൂട്ടോണിയവും. യുറേനിയം കൊണ്ടുണ്ടാക്കിയ ബോംബാണ് ആദ്യമായിട്ട് ഉപയോഗിച്ച ലിറ്റിൽ ബോയ്. പ്ലൂട്ടോണിയം കൊണ്ടുണ്ടാക്കിയ ബോംബാണ് ഫാറ്റ്മാൻ. ലിറ്റിൽ ബോയ് യുറേനിയം, പ്ലൂട്ടോണിയം ഫാറ്റ്മാൻ. ഇവര് ഈ ബോംബൊക്കെ നിർമ്മിച്ച് മാൻഹാട്ടൻ പ്രോജക്ടിന്റെ ഭാഗമായി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു പരീക്ഷണം നടത്തി നോക്കണമല്ലോ. നമ്മുടെ ന്യൂക്ലിയർ പരീക്ഷണം നടത്തി എന്താ കണ്ടത്? പൊക്രാനുള്ള പരീക്ഷണത്തിന് ഇട്ട പേരെന്താ? സ്മൈലിംഗ് ബുദ്ധ എന്ന് പറഞ്ഞാൽ അവർ ഓപ്പറേഷൻ ട്രിനിറ്റി എന്നാ പേരിട്ടെ. ട്രിനിറ്റി എന്ന ഓപ്പറേഷനിലാണ് ഇത് വരുന്നത് പരീക്ഷിക്കുന്നത്. പരീക്ഷണം അവർ ലോസ് അലമസ് എന്ന് പറയുന്നത് ന്യൂ മെക്സിക്കോയിലെ ഒരു മരുഭൂമിയിലാണ്. ലോസ് അലമസ് എന്ന സ്ഥലത്ത് അവർ മരുഭൂമിയിലാണ് ഇത് പരീക്ഷിക്കുന്നത്. വിജയിച്ചു കഴിഞ്ഞപ്പോൾ അത് നോക്കി നിന്നിരുന്ന ഓപ്പൺഹൈമർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് കേട്ടോ, നൗ ഐ ബിക്കം ഡെത്ത് ആൻഡ് ഡിസ്ട്രോയർ ഓഫ് ദ വേൾഡ്. ഇത് ശരിക്കും ഓപ്പൺഹൈമർ പറഞ്ഞ ആ വാക്ക് ഭഗവത്ഗീതയിൽ നിന്നുള്ളൊരു ശ്ലോകമാണ്. ഭഗവത്ഗീതയിൽ നിന്ന് എടുത്താണ്. ഭഗവത്ഗീതയുടെ ഒരു ആരാധകനൊക്കെയായിരുന്നു ഓപ്പൺഹൈമർ. എന്താകട്ടെ, അന്ന് അവരത് പരീക്ഷണമൊക്കെ നടത്തി. ആ പരീക്ഷണം നടത്തി 2 ബോംബുകൾ ഉണ്ടാക്കി. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഈ സമയം മാറി, പുതിയ പ്രസിഡന്റ് വന്നു. ഹാരി എസ് ട്രൂമാൻ അമേരിക്കയുടെ പ്രസിഡന്റായി. ജപ്പാൻ 2ാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു, ഏറെക്കുറെ അവർ കീഴടങ്ങും എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. ആ സമയം ഹാരി എസ് ട്രൂമാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു, ഈ ഉണ്ടാക്കിയ ബോംബൊന്ന് ഒറിജിനലി നേരത്തെ ന്യൂക്ലിയർ ടെസ്റ്റാണ് നടത്തിയത്. ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഫാറ്റ്മാൻ, ലിറ്റിൽ ബോയ് 2 ബോംബുകളാണ്. ഇതൊന്ന് പരീക്ഷിക്കണം. ആ പരീക്ഷണത്തിന് വേണ്ടി ചെയ്ത പരിപാടിയാണ് ഈ ഓഗസ്റ്റ് 6, 9 നമ്മൾ കണ്ടത്. എന്തായാലും ലോകത്തെ വിറങ്ങലിപ്പിച്ച ഒരു സംഭവമാണ്. ഇനിയൊരു യുദ്ധം വേണ്ട, തോൽപ്പിച്ചൊരു സംഭവമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഇന്ന് നിർത്താം. ഇനി ഇപ്പോ നമ്മൾ വിചാരിക്കുന്ന ഏറ്റവും വലിയ ബോംബുകളാണ് ആറ്റം ബോംബ്. ഹുസൈൻ ബോൾട്ട് ഓടി വരുമ്പോ ആറ്റം ബോംബ് ഓടി വരുന്ന പോലെ ഓടി വരുന്നു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ ആറ്റം ബോംബിനെ വെട്ടിച്ചില്ല. ഉറപ്പായിട്ടും ഹൈഡ്രജൻ ബോംബ്, പിന്നെ പ്ലൂട്ടോണിയം ബോംബ്, വേറെ എന്തൊക്കെയോ പുതിയ തരം ബോംബുകളൊക്കെ. ഹൈഡ്രജൻ ബോംബ് ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലേ? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ആറ്റം ബോംബിന് 10 ഇരട്ടി പവർ. ഒരുപാട് ആറ്റം ബോംബിനേക്കാൾ കൂടുതൽ ശക്തിയുണ്ട് ഹൈഡ്രജൻ ബോംബിന്. പിന്നെ ഇപ്പൊ പുതിയ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറം ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ റോബോട്ടുകളും വലിയ ആയുധങ്ങളും ഒക്കെ വരും. അതൊന്നും വരാതിരിക്കട്ടെ. എന്തൊക്കെ ആയുധങ്ങൾ വന്നു കഴിഞ്ഞാലും നിഷാൻ ഒറ്റ കേസ് ഞാൻ പറയട്ടെ, എവിടെയെങ്കിലുള്ള ആറ്റങ്ങൾ സ്വയം തീരുമാനിച്ച് അവര് സ്വയം വന്ന് ഒന്നിച്ചു ചേർന്ന് ബോംബായതാണോ?
പിന്നെ ആരാ തീരുമാനിച്ചു പോകുമ്പോൾ? മനുഷ്യർ. എന്തൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്തൊക്കെ വന്നാലും ഇതെല്ലാം തീരുമാനിക്കുന്നത് മനുഷ്യരാണ്. അപ്പൊ പറഞ്ഞു നിർത്തുന്ന അവസാനം ഇതാണ്. ഇത് ഈ ഓഗസ്റ്റ് 6 9 ഈ ബോംബാക്രമണങ്ങൾക്കൊക്കെ ശേഷം ജപ്പാൻ കീഴടങ്ങാൻ തീരുമാനിച്ച ദിനം. അവർ ഔദ്യോഗികമായി ഞങ്ങൾ കീഴടങ്ങുമെന്ന് ജപ്പാനിലെ ഹരോഹിരോ ചക്രവർത്തി പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് 15 ഇതിന് വേറെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. 1947 ഇന്ത്യക്ക് എന്ന് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ജപ്പാൻ കീഴടങ്ങിയ ആ തീയതിയാണ് മൗണ്ട് ബാറ്റൻ ഡേറ്റ് ആയിട്ട് എടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് കൂടുതൽ ഡീറ്റെയിൽസും ക്വിസുകളുമായിട്ട് പിന്നാലെ വരാം. അപ്പോൾ ലിബി ഒന്ന് സെറ്റ് ആയിട്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടുതൽ ചോദ്യങ്ങളായി വരുന്നത് നാളെ വരും ലിബി. അപ്പോൾ അതുവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും പപ്പയ്ക്കൊപ്പം നിശാൻ.